കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ നിയമവിരുദ്ധ രാഷ്ട്രീയ സമ്മേളനം ഇടത് ഉദ്യോഗ സംഘടന സംഘടിപ്പിച്ച വിഷയത്തിലേക്കാണ് വീണ്ടും വരുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ നോക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് നിയമവിരുദ്ധമായ സമ്മേളനത്തിൽ പങ്കാളികളാകുന്നത്. അതേസമയം സർവകലാശാലയിൽ നടത്താനിരുന്ന ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രഭാഷണം തടഞ്ഞിരുന്നു. VC-യാണ് പ്രഭാഷണം തടഞ്ഞത്. പ്രഭാഷണം നടത്താനിരുന്നത് ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് നേരത്തെ പ്രതികരണ മാധ്യമങ്ങളോട് നടത്തിയതും പ്രേക്ഷകർ കണ്ടു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ ജോൺ ബ്രിട്ടാസിന്റെ പ്രഭാഷണ പരമ്പര ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും, ആ ഒരു ടൈറ്റിൽ തന്നെ ആ ഒരു വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്ന് നമുക്ക് മനസ്സിലാകും. VC ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് തടഞ്ഞത്. ഈ ഇടത് സംഘടന ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആണല്ലോ ഇത് സംഘടിപ്പിച്ചത്. എല്ലാ മാസവും നടത്തുന്ന പ്രഭാഷണ പരമ്പരയാണ് എന്ന് പറയുമ്പോഴും ഈ സന്ദർഭത്തിന്റെ സാഹചര്യം അല്ലെങ്കിൽ ഗൗരവം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ജോൺ ബ്രിട്ടാസ് നേരത്തെ മാധ്യമങ്ങളോട് വളരെ രൂക്ഷമായ രീതിയിലാണ് വൈസ് ചാൻസലറെ കുറിച്ച് വിമർശനം അയച്ചുവിട്ടത്. ദാസ്യവേലയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇരിക്കുന്ന കസേരയുടെ വില അറിയില്ല, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പറയുകയുണ്ടായി. എങ്ങനെ നോക്കിക്കാണാം ജോൺ ബ്രിട്ടാസ് MPയുടെ ആ ഒരു പ്രതികരണത്തെ, ഒപ്പം തന്നെ ഈ പ്രഭാഷണം തടഞ്ഞ സാഹചര്യത്തെ? ലക്ഷ്മി, ആദ്യം തന്നെ പറയട്ടെ, കേരള സർവകലാശാല VC മോഹനൻ കുന്നുമേലെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ച് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രഭാഷണം ഉണ്ടായിരുന്നത്. ഇത് എല്ലാ മാസവും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായിട്ട് തന്നെയാണ് ഇന്നും ഈ പ്രഭാഷണം ഉള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ മാസവും സമാനമായ രീതിയിൽ ഈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ മാത്രം അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് നാം ആലോചിക്കുന്നത്. ഏതാണ്ട് 800ഓളം ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ 800ഓളം സർവകലാശാലകളിൽ ജോലി ചെയ്യുന്ന 800ഓളം ഉദ്യോഗസ്ഥരാണ് ഈ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം ആൾക്കാരും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. തിരുവനന്തപുരം, വർക്കല, അതുപോലെ തന്നെ ആറ്റിങ്ങൽ തുടങ്ങിയ മേഖലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സർവകലാശാലകളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. അവർ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നൊരു ആശങ്കയാണ് VC-യുടെ ഭാഗത്തു നിന്നും രജിസ്ട്രാറുടെ ഭാഗത്തേക്ക് പങ്കുവച്ചത്. രജിസ്ട്രാർക്ക് ഇങ്ങനെയാണ് VC ഒരു സന്ദേശം അയക്കുന്നത്: കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ച് ജനാധിപത്യം വെല്ലുവിളി എന്ന വിഷയത്തിൽ ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തിൽ ഈ വിഷയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായാൽ അത് എങ്ങനെ നേരിടണമെന്ന് നിലവിൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ ഈ പരിപാടി ഇന്നത്തെ പരിപാടി മാറ്റിവെക്കുക എന്ന രീതിയിൽ സന്ദേശമാണ് അയച്ചിട്ടുള്ളത്. പക്ഷേ രജിസ്ട്രാർ ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല, അല്ലെങ്കിൽ പരിപാടി റദ്ദാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയൊരു കാര്യം തന്നെയാണ് ഇതിൽ. അപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു എതിർപ്പ് ഒരു പ്രതികരണം വന്നിട്ടുള്ളത് VC-യുടെ നേർക്കാണ്. VC ധാർഷ്ട്യവും ദാസ്യപ്പണിയും ചെയ്യുന്നു. VC ഇരിക്കുന്ന സ്ഥാനത്തെ വില അറിയാതെയാണ് സംസാരിക്കുന്നത്. ജനാധിപത്യത്തെ പറ്റി അല്ലെങ്കിൽ VC-ക്ക് എന്തറിയാം? VC-യാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത്. വിദേശ സർവകലാശാലകളിലേക്ക് ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തി മീറ്റ് ദ ക്യാമ്പയിൻ പോലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അത്തരത്തിൽ ഞാൻ പുറത്തുനിന്ന് അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ട് ക്യാമ്പയിൻ പരിപാടി നടത്തുന്നില്ല. അപ്പോൾ ഇന്ന് 1:15 നടത്താനാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നത്തെ പരിപാടിക്ക് പോവുകയും അവിടെ പ്രഭാഷണം നടത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും ഗുരുതരമായ പ്രശ്നമെന്ന് പറയുന്നത്, ഒരുപക്ഷെ ഒരു തരത്തിലുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനായി മാറിപ്പോവുകയാണെങ്കിൽ, ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്യൂട്ടിക്കൊക്കെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി ബയാസ്ഡ് ആയിട്ട് ഒരു വിഭാഗത്തിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം നിബന്ധനകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ നിർബന്ധിതമായിട്ട് ഇത്തരത്തിലൊരു പ്രഭാഷണത്തിലൊക്കെ പങ്കെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ പരിപാടി മാസങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. ഇന്ന് ഈ പരിപാടിക്ക് പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്.
എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഈ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പക്ഷേ ഒരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് മാറുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് നടപടി എടുക്കുകയാണെങ്കിലും അത് VC ആണ് ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ VC ആണ് ആ വിഷയങ്ങളെയൊക്കെ നേരിടേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആശങ്ക VCയുടെ ഭാഗത്തു നിന്നുണ്ടാക്കി. എന്തായാലും പരിപാടി മാറ്റിവെക്കുന്നതിനെ പറ്റി ഇതുവരെ സർവകലാശാല രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം യൂണിയന് ലഭിച്ചിട്ടില്ല. പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് യൂണിയൻ പ്രതിനിധികളും അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ക്യാമ്പയിനുകളൊക്കെ സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവകലാശാലകൾ നടത്തുമ്പോൾ അത് ഒരുപക്ഷെ നിലവിലെ സാഹചര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ അനുകൂല സംഘടന മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി.